ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഷൈജ സ്വരൂപ്. നമ്മളിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ട്രഡീഷണലായ മുളക് പുളി റെസിപ്പി ആയിട്ടാണ്. ഇതൊരു തമിഴ്നാട് റെസിപ്പിയാണ്. ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. ഇതിന് വേണ്ടിയിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം. ആദ്യമായി വേണ്ടിയിരിക്കുന്നത് ഒരു 10-15 പച്ചമുളകാണ്. അത് ഞാൻ നന്നായി കഴുകി, അതിൻ്റെ മൊത്തിയൊന്നും ഞാൻ എടുത്തിട്ടില്ല, അത് അങ്ങനെ തന്നെ മതി. പിന്നെ ഒരു 10-15 ചെറിയ ഉള്ളി, അത് നന്നായി വൃത്തിയാക്കി വെച്ചതാണ്. കറിവേപ്പില, ഒരു 3-4 വെളുത്തുള്ളി, അത് ഞാൻ കഴുകി തോല് പോക്കാണ്ട് ജസ്റ്റ് ഒന്ന് കുത്തിയെടുത്തിട്ടുള്ളൂ. അത് ഒരുപാട് അരയേണ്ട ആവശ്യമില്ല, ചെറുങ്ങനെ ഒന്ന് കുത്തിയെടുത്തിട്ടുണ്ട്. ഒരു നാരങ്ങ വലുപ്പത്തിൽ പുളി, കുറച്ച് ഉഴുന്നും പരിപ്പ്, കടുക്, മഞ്ഞൾപ്പൊടി, പിന്നെ നമുക്കൊരു കോൺഫ്ലവർ വേണം, 2-3 ടീസ്പൂൺ മതി. ഉപ്പ് പാകത്തിന്, വെളിച്ചെണ്ണ, അത് എരിവൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ആദ്യമായി നമ്മൾ ഈ പച്ചമുളക് ഒന്ന് കീറിയെടുക്കണം. എല്ലാത്തിൻ്റെ നടു ഒന്ന് കീറിയെടുക്കാം. ഇത് നമ്മുടെ ഇവിടുത്തെ പുളിയിഞ്ചി, അതിൻ്റെ ഒരു ടേസ്റ്റാണ് ഇതിനുള്ളത്. അത് പക്ഷേ ഇഞ്ചി, വെളുത്തുള്ളി അതൊക്കെ ഒരുപാട് അരിഞ്ഞിട്ട് വേണം നമുക്കത് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് ഗസ്റ്റൊക്കെ എത്തുമ്പോഴത്തേക്ക് അവർ വരികയാണെങ്കിൽ അവർ ഡൈനിങ് ടേബിളിൽ ഇരിക്കുന്ന ആ ഒരു ടൈമിൽ നമുക്ക് ഇത് തയ്യാറാക്കിയെടുക്കാം. എന്നിട്ട് നമുക്ക് ഒരു പാൻ എടുക്കാം. പാൻ ഒന്ന് ചൂടാകുമ്പോഴത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായിട്ട് നമ്മുടെ കടുക്, ഒരൽപ്പം ഉഴുന്നും പരിപ്പും, കടുക് നന്നായി പൊട്ടിയതിന് ശേഷം നമ്മുടെ ഈ വെളുത്തുള്ളി അതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുക. ചെറുങ്ങനൊന്ന് വെളിച്ചെണ്ണയിലൊന്ന് വാടിയാൽ മതി. അതിനുശേഷം നമ്മൾ 2 തുണ്ട് കറിവേപ്പില, അതിനുശേഷം നമ്മളിവിടെ കീറി വെച്ചിരിക്കുന്ന പച്ചമുളക് അതിലിട്ട് നന്നായി ഒന്ന് വഴച്ചെടുക്കാം. ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കും. ഒരു നുള്ളു മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പുളി പിഴിഞ്ഞ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇത് നന്നായി തിളയ്ക്കുമ്പോഴത്തേക്ക് നമുക്ക് കോൺഫ്ലവർ നമ്മൾ കുറച്ച് വെള്ളത്തിലൊന്ന് കലക്കുക. ഇത് ഇവിടെ നന്നായി തിളച്ചിട്ടുണ്ട്. നമ്മുടെ ഈ കോൺഫ്ലവർ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ആ പുളി ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി നമ്മൾ അല്പം പഞ്ചസാര ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ വേണമെങ്കിൽ ഇത് ശർക്കരയിൽ ഉണ്ടാക്കുക. ശർക്കരയിലാക്കുകയാണെങ്കിൽ അത് വേറെ തന്നെ ഒരു ടേസ്റ്റാണ്, പഞ്ചസാരയാണെങ്കിൽ അത് വേറൊരു ടേസ്റ്റ്. രണ്ടൊരു ഡിഫറെൻ്റ് ആയൊരു ടേസ്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് അത് തയ്യാറാക്കാം. അപ്പം നമ്മുടേതാ പുളി മുളക് റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കണം, തീർച്ചയായും ഇഷ്ടപ്പെടും. വീണ്ടും ഒരു റെസിപ്പിയുമായി ഇനിയും കാണാം. ബൈ.